ഹായ്. BNSSന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ഡെഫിനിഷൻ വിക്ടിമിന്റെ ഡെഫിനിഷൻ ആണ്. രണ്ടാമതായിട്ട് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. BNSSന്റെ സെക്ഷൻ 21Y വിക്ടിമിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഡെഫിനിഷൻ എങ്ങനെയാ പറയുന്നത് നോക്കാം. വിക്ടിം മീൻസ് എ പേഴ്സൺ ഹു ഹാസ് സഫേർഡ് എനി ലോസ് ഓർ ഇഞ്ചുറി caused by a reason of act or omission for which accused person has been charged and includes the guardian or legal heir of such victim എന്നാ പറയുന്നത്. അപ്പൊ ആരാണ് ഒരു വിക്ടിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതി, അയാൾക്കെതിരെ ഒരു കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട്. ആ പ്രതിയുടെ ആ പ്രത്യേക ആക്ട് കാരണം അല്ലെങ്കിൽ ഒരു ഒമിഷൻ കാരണം മറ്റൊരു വ്യക്തി സഫർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി, മറ്റൊരു വ്യക്തിക്ക് ഇഞ്ചുറിയോ ലോസോ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ ഇഞ്ചുറിയും ലോസും സംഭവിച്ചിട്ടുള്ള ആ വ്യക്തിയാണ് അവിടെ വിക്ടിം ആയിട്ട് വരുന്നത്. മറ്റേ ആള് അക്യൂസ്ഡും ആണ്. മനസ്സിലായല്ലോ? നമ്മൾ ഇര എന്നാണ് മലയാളത്തിൽ വിക്ടിമിനെ പറയുക. അപ്പൊ ആരാണ് ഇര അല്ലെങ്കിൽ ആരാണ് വിക്ടിം ആസ് പെർ BNSS എന്ന് മനസ്സിലായി കാണും. അപ്പൊ ഇങ്ങനെയാണ് BNSSൽ വിക്ടിമിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിക്ടിമിന്റെ ഡെഫിനിഷനിൽ വേറൊരാളും കൂടെ കടന്നു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വിക്ടിം ആയിട്ടുള്ള ആളുകളുടെ ലീഗൽ ഹെയർ അല്ലെങ്കിൽ ഗാർഡിയൻ ആയിട്ടുള്ള ആളുകളും കൂടെ വിക്ടിം ആവും എന്ന് BNSSന്റെ സെക്ഷൻ 21Y ഡെഫിനിഷനിൽ വിക്ടിമിന്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. അപ്പം ലീഗൽ ഹെയറും അല്ലെങ്കിൽ ഗാർഡിയനും എപ്പോഴാണ് വിക്ടിം ആവുക എന്ന് നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പോക്സോ ആക്ട് അറിയാലോ. പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കെതിരെയുള്ള സെക്ഷൽ ഒഫൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള ആക്ട് ആണ്. അപ്പൊ പോക്സോ ആക്ടിന്റെ അകത്ത് വിക്ടിം ആയിട്ടുള്ള കുട്ടികൾ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. അവർ മൈനേഴ്സ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് എന്താണ് ഒരു കേസിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ലീഗലി അവരെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അവർക്കൊരു പാരന്റ് ആണ് അവരെ റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ആ പാരന്റ്സിനെ സംബന്ധിച്ച് പാരന്റ്സ് ആ കുട്ടികളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവരവിടെ ഗാർഡിയൻ ആണ്. അപ്പൊ ആ ഗാർഡിയൻ ആയിട്ടുള്ള പാരന്റ്സും അവിടെ വിക്ടിമിന്റെ ഡെഫിനിഷന്റെ അകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് സൂചിപ്പിച്ചതാണ്. അല്ലെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഹിറ്റ് ആൻഡ് റൺ കേസുകളൊക്കെ ഉണ്ടല്ലോ. വാഹനം അമിത വേഗതയിൽ ഓടിച്ചു വന്ന് അത് കാരണം മറ്റുള്ള ആളുകൾക്ക് മരണം സംഭവിച്ചു, മറ്റൊരു വ്യക്തിക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വിക്ടിമാണ് ആക്ച്വലി, പക്ഷെ ആ വ്യക്തിയുടെ ലീഗൽ ഹെയർസ് ആയിട്ടുള്ള ആളുകളും അവിടെ വിക്ടിം ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് വിക്ടിംസിന്റെ എക്സാമ്പിൾ ആയിട്ട് ഗാർഡിയൻസും അല്ലെങ്കിൽ ലീഗൽ ഹെയർസും എപ്പോഴാണ് വിക്ടിം ആവുന്നത് എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാത്ത വിക്ടിം എന്ന് പറഞ്ഞാൽ ഏതൊരു കേസിന്റെ അകത്തും ഏതൊരു ക്രിമിനൽ ആക്ടിന്റെ അകത്തും ഒരു പ്രതിയുടെ ഒരു പ്രവൃത്തി കാരണം ഒരു ലോസോ ഇഞ്ചുറിയോ സംഭവിച്ച ഏതൊരു വ്യക്തിയും വിക്ടിം ആണ് എന്നാണ് BNSSന്റെ സെക്ഷൻ 21Y പറയുന്നത്. അപ്പൊ ഇതാണ് വിക്ടിമിന്റെ ഡെഫിനിഷൻ. BNSSന്റെ സെക്ഷൻ 21A അതായത് BNSSന്റെ സെക്ഷൻ 21 ആദ്യമായി ഡിഫൈൻ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി എങ്ങനെയാണ് ലീഗൽ പ്രോസസ്സിന് ഹെൽപ്ഫുൾ ആവുക അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ലീഗൽ പ്രോസസ്സിന്റെ അകത്ത് ലീഗൽ പ്രൊസീഡിങ്സിന്റെ അകത്ത് ഉപയോഗിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് BNSSന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഡെഫിനിഷനിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കുകയാണെങ്കിൽ യൂസ് ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഫോർ ദ പർപ്പസസ് ഓഫ് വീഡിയോ കോൺഫറൻസിംഗ്, റെക്കോർഡിംഗ് ഓഫ് പ്രോസസ്സസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ, സെർച്ച് ആൻഡ് സെഷർ ഓർ എവിഡൻസ്, ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർ സച്ച് അതർ പർപ്പസസ് and such other means as a state government may by rules provide എന്നുള്ളതാണ് പറയുന്നത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ഡെഫിനിഷനിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താ? യൂസ് ഓഫ് എനി കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഫോർ ദി പർപ്പസ് ഓഫ് വീഡിയോ കോൺഫറൻസിംഗ് ആണ്. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ടൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പം കോടതികൾക്കകത്തൊക്കെ പലപ്പോഴും റിമാൻഡ് പ്രതികളെ ജയിലിൽ കഴിയുന്ന റിമാൻഡ് പ്രതികളെ വീഡിയോ കോൺഫറൻസുകളിലൂടെ കോടതികൾക്കകത്ത് ഹാജരാക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഹാജരാക്കുന്നതിന് പകരം വീഡിയോ കോൺഫറൻസ് ത്രൂ ഗൂഗിൾ മീറ്റ് ത്രൂ ഒക്കെ പ്രതികളെ കോടതികളിൽ കാണിക്കാറുണ്ട്. എന്നിട്ട് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള ഒരു വീഡിയോ കോൺഫറൻസിങ്ങിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെ ഡിജിറ്റൽ ടെക്നോളജി നമ്മളെ ലീഗൽ പ്രോസസ്സിന്റെ ഭാഗമാവുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത കാര്യം എന്താ പറയുന്നത്? റെക്കോർഡിംഗ് ഓഫ് പ്രോസസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സുകൾ റെക്കോർഡ് ചെയ്യുന്ന രീതി അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടാറുണ്ട്. അത് ഇത്തരത്തിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് നമ്മുടെ ഒരു ലീഗൽ പ്രോസസ്സിന്റെ പ്രൊസീഡിങ്ങിന്റെ ഭാഗമായതിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ സെർച്ച് ആൻഡ് സെഷർ എന്നുള്ള കാര്യം, സെർച്ച് ആൻഡ് സെഷർ ഒക്കെ എന്ന് പറഞ്ഞാൽ സെർച്ചുകളൊക്കെ പലപ്പോഴും റെക്കോർഡ് ചെയ്യപ്പെടാറുണ്ട്. അല്ലെങ്കിൽ പോലീസുകാർ സെർച്ച് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ എവിഡൻസിന്റെ സ്റ്റേജിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് ഡിവൈസുകൾ തെളിവിന്റെ ഭാഗമായിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ പെൻഡ്രൈവുകൾ, CD അല്ലെങ്കിൽ ഫോട്ടോസ്, CCTV വിഷ്വൽസ് ഒക്കെ തെളിവുകളായിട്ട് കോടതിയിൽ ഹാജരാക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എവിഡൻസിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാം ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിന് എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്.
അടുത്തതായിട്ട് എന്താ പറയുന്നത്? ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്മിഷൻ ആണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ സമൺസ് ഒക്കെ വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ ടെലഗ്രാം ത്രൂ ഇമെയിൽ ത്രൂ സെൻഡ് ചെയ്യാറുണ്ട്. അതൊക്കെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ മീൻസിലൂടെ കോടതി അല്ലെങ്കിൽ കേസ് ആവശ്യങ്ങൾക്കും വേണ്ടി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് and for such other purposes and by such other means as a state government may by rules provide എന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തില് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഉണ്ട് എന്നും കൂടെ BNSSന്റെ സെക്ഷൻ 21A പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് 2025 വർഷം ഉണ്ടാക്കിയ ഒരു റൂളാണ് താഴെ കൊടുത്ത ഒരു എക്സാമ്പിൾ ആയിട്ട് ഉള്ളത്. അതാ കേരള പ്രൊസീജിയർ ഫോർ സർവീസ് ഓഫ് സമൺസ് റൂൾസ് 2025. ഈ റൂൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സമൺസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സമൺസ് ത്രൂ വാട്സ്ആപ്പ്, ഇമെയിൽ, ടെലഗ്രാമിനെയൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള അത് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാക്കി കൊണ്ടുവന്നിട്ടുള്ള റൂളാണ് ഈ പറയുന്ന റൂള്. അപ്പൊ അത് പ്രകാരം കേരള പോലീസിന് സമൻസ് നേരിട്ട് സെർവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വാട്സ്ആപ്പ് ത്രൂ അല്ലെങ്കിൽ ടെലഗ്രാം ത്രൂ അല്ലെങ്കിൽ എന്താ പറയുക ഇമെയിൽ ത്രൂ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന റൂളാണ് കേരള പ്രൊസീജിയർ ഫോർ സർവീസ് ഓഫ് സമൻസ് റൂൾസ് 2025 പറയുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇത്തരത്തിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ റൂൾസ് ഉണ്ടാക്കാനുള്ള അധികാരം ഈ സെക്ഷൻ 21A കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ നമ്മുടെ കോടതി പ്രൊസീജിയർ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിൽ നമുക്ക് ഇലക്ട്രോണിക് ഓഡിയോ വീഡിയോ മീൻസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ ആണ് സെക്ഷൻ 21A പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മളൊരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ മീൻസിലൂടെയാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കോടതികളും അതിലേക്ക് മാറേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം അപ്പൊ സ്വാഭാവികമായിട്ടും കോടതികളും അതിലേക്ക് മാറേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പ്രൊസീജിയറൽ നിയമം വന്ന സമയത്ത് ഇലക്ട്രോണിക് മീൻസിന് അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിന് അത്രയും പ്രാധാന്യം ഈ ഒരു നിയമത്തിന്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ FIR രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടം മുതൽ അല്ലെങ്കിൽ കോടതികളുടെ നടപടിക്രമങ്ങളുടെ തെളിവെടുപ്പിന്റെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്ന സമയത്തൊക്കെ ഈ ഒരു ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിന്റെ വിവിധങ്ങളായിട്ടുള്ള ഉപയോഗങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ഫോമുകൾ നമ്മളെ നിയമപാലകരും കോടതിയും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡെഫിനേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വിക്ടിമിന്റെ ഡെഫിനേഷനും അതുപോലെ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിന്റെ ഡെഫിനേഷനും ആണ്. രണ്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പൊ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.